പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്ര സർക്കാരിനെതിരായ നിരവധി വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ളിലെ അഭിപ്രായ ഭിന്നതകളെ കേന്ദ്ര സർക്കാർ അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കാൻ പറ്റുന്ന സമയമാണോ എന്ന് അന്വേഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നീറ്റ് UG പരീക്ഷ, അതോടൊപ്പം തന്നെ CBSE പരീക്ഷ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. CJP കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി വലിയ പ്രതിഷേധം ഉയർത്തിയ പശ്ചാത്തലം ഒക്കെ ആണ് ഉള്ളത്. അതിനിടയിലാണ് ഈ ഇന്ത്യ സഖ്യത്തിനിടയിൽ വലിയ തോതിലുള്ള വിള്ളൽ രൂപപ്പെട്ടു എന്നതും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജിയുടെ ശേഷി, അതായത് പൊളിറ്റിക്കൽ പവർ കുറഞ്ഞു എന്നതും അനുകൂലമാക്കി മാറ്റുന്നൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സാഹചര്യം, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടോ എന്ന് BJP ശ്രമിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തെ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം, തൃണമൂൽ കോൺഗ്രസിലെ വിഭാഗീയത, അതോടൊപ്പം തന്നെ DMKയുടെ വിയോജിപ്പ്, അതായത് തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വന്നപ്പോൾ TVKയെ ആദ്യം പിന്തുണച്ചത് കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെയാണിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കുന്നത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇനി വരാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായി മാറിയിരിക്കാനും DMK തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെയാണ് വിഷയത്തെ ഒരു അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ BJPയുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ CPIM-നും JMM-നും ഇപ്പോൾ അതൃപ്തിയുണ്ട്. JMM-നുള്ള അതൃപ്തി എന്നത് ജാർഖണ്ഡിലെ രാജ്യസഭാ സീറ്റുകളിൽ JMM-ന്റെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക, മത്സരിപ്പിക്കുക എന്നതായിരുന്നു തീരുമാനം. പക്ഷേ JMM-മായി ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി കൂടിയാലോചിക്കാതെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്നതാണ് JMM-ന്റെ പരാതി. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിമർശനം നിലനിൽക്കുന്നത് കേരളത്തിൽ അടക്കം രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നടത്തുന്ന വിമർശനങ്ങളാണ്. ഓർക്കുക, ഇവിടെ CPIM-ഉം കോൺഗ്രസും രണ്ട് ചേരിയിലാണെങ്കിലും കേന്ദ്രത്തിൽ അവർ ഒരു പാളയത്തിലാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു അഭിപ്രായ ഭിന്നതയുമൊക്കെ മുതലെടുത്താൽ എന്താണ് നേട്ടം? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് നിലവിൽ ലോക്സഭയിലെ അംഗബലം എന്നത് വലിയ മെജോറിറ്റി തന്നെയാണ് BJPക്കും NDAയ്ക്കും ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും നിർണായകമാകുന്ന ബില്ലുകൾ, പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ആവശ്യമായിട്ടുള്ള ബില്ലുകൾ വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സാധിക്കാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആയിരുന്നു വനിതാ സംവരണവും ഒപ്പം മണ്ഡല പുനർനിർണയ ബില്ലും. അതായത് രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ ആനുപാതികമായി 800-ന് മുകളിലേക്ക് ഉയർത്തുക. അങ്ങനെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 800-ന് മുകളിലേക്ക് ഉയർത്തി അതിൽ വനിതാ സംവരണം നടപ്പിലാക്കുക. ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് എന്നത് ഇപ്പോഴുള്ള 543 ലോക്സഭാ സീറ്റുകളിലേക്ക് തന്നെ, പാർലമെന്റ് അംഗങ്ങളിൽ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു. അവിടെ വോട്ടെടുപ്പ് നടക്കുകയും ആ വോട്ടെടുപ്പിൽ BJP പരാജയപ്പെടുകയുമാണ് ചെയ്തത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതും പ്രകടന പത്രികയിലെ BJPയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ പാർലമെന്റിൽ വിജയിപ്പിച്ചെടുക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമാകുന്ന ഒന്നാണ്. അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണോ ഇപ്പോൾ ഉള്ളത്? അതാണ് BJP പരിശോധിക്കുന്നത്. ഇതാ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വനിതാ സംവരണ ബിൽ എങ്ങനെയാണ് പാർലമെന്റിൽ പരാജയപ്പെട്ടത് എന്നതിലേക്ക് പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയ സാഹചര്യം പ്രധാനപ്പെട്ടതാവുന്നത്. അന്ന്, അതായത് വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ആ ബില്ലിന്മേൽ ചർച്ച നടക്കുകയും അതിനുശേഷം അത് വോട്ടെടുപ്പിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഒരു ബിൽ പാസ്സാകണമെങ്കിൽ കേവല ഭൂരിപക്ഷം പോരാ, മറിച്ച് 2/3 ഭൂരിപക്ഷത്തോടു കൂടി ആയിരിക്കണം ബിൽ പാസ്സാകേണ്ടത്. ആ 2/3 ഭൂരിപക്ഷം എന്നത് സഭയിൽ എത്ര പേർ വോട്ടെടുപ്പിൽ പങ്കെടുത്തോ ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ 2/3 ഭൂരിപക്ഷം ആണ് അനിവാര്യം. ഇതാ അന്നത്തെ ഡേറ്റ നോക്കൂ. അന്ന് 489 ലോക്സഭാ അംഗങ്ങൾ ആണ് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലിന്മേൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ആ വോട്ടെടുപ്പിൽ 211 അംഗങ്ങൾ ആണ് ഈ വനിതാ സംവരണ ബില്ലിനെ അനുകൂലിച്ചത്. എതിർത്തതാകട്ടെ 278. അതായത് ഈ ബിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയിരുന്ന 2/3 ഭൂരിപക്ഷത്തിന് 48 അംഗങ്ങളുടെ കുറവാണ് അന്ന് ഉണ്ടായത് എന്നതാണ്. ഈ അംഗങ്ങൾ മാറി ചിന്തിച്ചിരുന്നു എങ്കിൽ നിർണായകമായൊരു കടമ്പ കടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ നമ്മൾ ലോക്സഭയിലെ കണക്ക് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ അംഗബലം എന്നത് 543 ലോക്സഭാ അംഗങ്ങളിൽ
ഭരണപക്ഷം 293 ഇടങ്ങളിൽ ആണ് വിജയിച്ചത്. 293 അംഗങ്ങൾ ആണ് NDAക്കുള്ളത്. പ്രതിപക്ഷത്തിന് 238. ഈ പ്രതിപക്ഷ ബെൽറ്റ് ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണഘടനാ ഭേദഗതികൾ ഒന്നും തന്നെ 3-2 ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചെടുക്കുക എന്നത് കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമാണ്. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള അംഗബലത്തിൻ്റെ വ്യത്യാസം എന്നത് ഈ ഡേറ്റയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഇതാ തൃണമൂൽ കോൺഗ്രസ്, അതായത് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ പരാജയപ്പെട്ടു പോകുന്നു. അവിടെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേറുന്നു. മറുഭാഗത്ത് മമതാ ബാനർജിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയത് നേരത്തെ CPIM നേതാവായിരുന്ന ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനകത്ത് വിമത നീക്കം നടക്കുകയും ഋതബ്രത ബാനർജിയാണ് ഇപ്പോൾ MLA-മാരിൽ ഏറെയും പിന്തുണയ്ക്കുന്നത് എന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. തത്വത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നത് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളുടേതും അല്ലെങ്കിൽ ജനപ്രതിനിധികളുടേതുമായി തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതാ ലോക്സഭയിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് നിലവിൽ 28 അംഗങ്ങൾ ആണ് ഉള്ളത്. ഈ 28 അംഗങ്ങളിൽ ആണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനകത്ത് ഭിന്നത നിലനിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യമൊന്ന് സൂചിപ്പിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിലെ MLA-മാരുടെയും MP-മാരുടെയും ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് കേവലം 6 MP-മാരും 8 MLA-മാരുമാണ്. അപ്പോൾ ഇവിടെ ഈ ഡേറ്റ എന്നത് പ്രധാനപ്പെട്ടതാവുന്നുണ്ട്. 28 തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ മമതാ ബാനർജിയെ അനുകൂലിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇനിയുള്ളത് രാജ്യസഭയിലെ അംഗബലമാണ്. രാജ്യസഭയിലാകട്ടെ 13 അംഗങ്ങൾ ആണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അവിടെയും വളരെ കൃത്യമായി തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത നിലനിൽക്കുന്നു. ഇനി നമ്മൾ DMK-യിലേക്ക് വരുമ്പോൾ DMK കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തമിഴ്നാട്ടിൽ. പക്ഷേ അവിടെ 5 അംഗങ്ങൾ വിജയിച്ചെടുത്ത കോൺഗ്രസ് TVKയ്ക്ക് ഉടനെ തന്നെ പിന്തുണയർപ്പിക്കുകയും അങ്ങനെ വിജയുടെ സർക്കാരിൻ്റെ ഭാഗമാവുകയും മാറിയിട്ടുണ്ട്. അവിടെയും ലോക്സഭാ MP-മാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 22 MP-മാർ ആണ് DMK-ക്ക് ലോക്സഭയിൽ ഉള്ളത്. രാജ്യസഭയിൽ 8 പേർ ആണ് ഉള്ളത്. ഈ 22 MP-മാർ ഇപ്പോഴിതാ പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറിയിരിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂലിലെ വിമതരും അതെന്ത് ഫലമാണ് സൃഷ്ടിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ ഡേറ്റ സൂചിപ്പിച്ചിരുന്നു, 240ഓളം 239 പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് DMK ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിലെ MP-മാരിൽ കുറഞ്ഞത് 20 പേർ എങ്കിലും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നിരയിൽ 196 അംഗങ്ങൾ എന്നതാണ് ആകെ അംഗബലമായി മാറുന്നത്. അതായത് വരും സമ്മേളനങ്ങളിൽ അടക്കം ഒരു പക്ഷേ പരാജയപ്പെട്ടു പോയ വനിതാ സംവരണമോ മണ്ഡല പുനർനിർണയമോ അടക്കമുള്ളവ വീണ്ടും അവതരിപ്പിക്കുവാനുള്ള സാധ്യത മുന്നിലുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിനെ മുതലാക്കിക്കൊണ്ട് കഴിയുന്നത്ര NDA അംഗങ്ങളെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കുകയും ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ കുറേ അംഗങ്ങളെ വിട്ടുനിർത്തുകയോ പൊളിറ്റിക്കൽ, അതായത് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നത് DMK-യെ സംബന്ധിച്ചിടത്തോളം ഏതു വിഷയത്തിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട, ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കേണ്ട ഒരു പൊളിറ്റിക്കൽ സാഹചര്യമില്ല. തൃണമൂൽ കോൺഗ്രസിലെ വിമതരെയും സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുക എന്ന രാഷ്ട്രീയ സമീപനത്തിൽ നിന്ന് അവർ മാറും. അപ്പോൾ വിഷയാധിഷ്ഠിതമായിട്ട് ഇനി പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. അവിടെയാണ് NDA-യെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം തന്ത്രങ്ങൾ മെനയുന്നത്. അതായത് പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതയെ മുതലെടുത്തുകൊണ്ട് വരുന്ന സമ്മേളനങ്ങളിൽ അടക്കം നിർണായകമായ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പറ്റുമോ എന്ന ആലോചനകളും ചിന്തയുമാണ് ഇപ്പോൾ NDA ക്യാമ്പിൽ പ്രത്യേകിച്ച് BJP-യിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളുമായി ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.